വിവിധ സ്കീമുകളിലായി 5 സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും 2025 വർഷത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ച സാഹചര്യത്തിലും ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ മാസവും തനത് മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ഇതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. 2025 വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തനത് പെൻഷനും ഒരു ഗഡു കുടിശ്ശിക 2025 ജനുവരി മാസം 24 മുതൽ വിതരണം ആരംഭിച്ച് ഫെബ്രുവരി മാസം 3 വിതരണം അവസാനിപ്പിക്കും. പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നുകൂടി തുക എത്തിച്ചേരും. ഫെബ്രുവരി മാസം 3 പെൻഷൻ വിതരണം അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെ വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 300 മുതൽ 1000 വരെയുള്ള കേന്ദ്രവിഹിതവും മുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുക ഇന്നുകൂടി എത്തിച്ചേരും. എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും നാളെ കൂടി പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാത്ത പക്ഷം ഇവർക്ക് തുക ലഭിക്കുന്നതല്ല എന്നുള്ള കേന്ദ്ര നിർദ്ദേശവും എത്തിയിട്ടുണ്ട്. കേന്ദ്രവിഹിതം സ്ഥിരമായി മുടങ്ങുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. ഇത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന 4700 രൂപ വീതം പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നു. 2 ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ, ശമ്പളം, ക്ഷേമ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. 3000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികകൾ നൽകുന്നതിനും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ശമ്പളവും ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിലേക്കുമാണ് കടമെടുപ്പ്.